ഹലോ, ഇന്നെൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ബർത്ത്ഡേ ആയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് ഇത്. ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബർത്ത്ഡേ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഞങ്ങൾ മൂന്നുപേരും കൂടെ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോട്ട്. കുറേ ദിവസമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചേട്ടനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ചേട്ടൻ എനിക്ക് വാങ്ങി തന്നതാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ. പിന്നെ ഇത് എൻ്റെ സിസ്റ്റർ മേടിച്ചെന്ന ഗിഫ്റ്റാണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്ത ആളിപ്പം ചെന്നൈയിലാണ്. എല്ലാ വർഷവും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ആൾ ബർത്ത്ഡേക്ക്. അങ്ങനെ ഈ കൊല്ലത്തെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇതൊക്കെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ചാനൽ ഒരു 6 മാസമായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങളങ്ങനെ ഈസ്റ്റ് ഫോർട്ട് എത്തി. അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. തനിക്കുട്ടൻ പാൻസാണ് ഇട്ടേക്കണം, അത് മാറ്റി മുണ്ട് എടുക്കണം. അവിടെ മുണ്ട് കമ്പൽസറി അല്ലേ അമ്പലത്തിൽ. നേരെ ക്ലോക്ക് റൂമിൽ പോയി ഷർട്ടും അതുപോലെ മൊബൈലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്, മൊബൈൽ ഉള്ളിലോട്ട് കയറ്റില്ലല്ലോ, അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലല്ലോ. പിന്നെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാരണം അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. തിരിച്ച് വന്ന് മൊബൈലും എടുത്തതിന് ശേഷമാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ ഇപ്പം തൊഴുതിറങ്ങിയിട്ട് അവിടെ അന്നദാനത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ക്യൂ നിന്നപ്പോൾ മോന് ഭയങ്കര ബഹളം, പുറത്ത് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അവനെന്തോ കുറച്ച് കളിപ്പാട്ടങ്ങൾ, ഒരു കാറൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുതിരമാളികയിലോട്ടാണ് കേട്ടോ പോണത്. അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതും എല്ലാം ആണെങ്കിൽ പോലും ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ കുതിരമാളികയിലും ചിത്രാലയം മ്യൂസിയത്തിലൊന്നും ഞാൻ പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പോകണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ് എവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന്. ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കുതിരമാളികയിലോട്ട് വന്നു. അവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 70 രൂപയാണ് കുതിരമാളികയിലേക്ക്. ചിത്രാലയത്തിലേക്ക് എനിക്ക് തോന്നുന്നു 30 രൂപയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ രണ്ടിനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കണം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് ഫോട്ടോഗ്രാഫി, അതായത് മൊബൈൽ ക്യാമറയൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ എടുക്കാം, 500 രൂപ കൊടുക്കണം. അപ്പം ഞാൻ 500 രൂപ കൊടുത്തിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഉള്ളിലുള്ള കാഴ്ചകളൊന്നും എടുത്തില്ല. പാലസിനകത്ത് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം കാണാൻ വേണ്ടിയിട്ട് വലിയ ആനക്കൊമ്പും അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഗൈഡുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഈ കാണുന്ന ചിത്രാലയം മ്യൂസിയമാണ് കേട്ടോ. അതിനകത്തും ഫോട്ടോസും പണ്ടത്തെ രാജാക്കന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ചുറ്റിലും കാണാനൊക്കെ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ ഇവിടേക്ക് നിന്നിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. വലിയ കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്പലത്തിൽ പോവുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാനും മോനും കൂടെ ഇരുന്ന് ആടി. പക്ഷേ അത് ഒടിഞ്ഞ് വീഴുമോയെന്നൊന്നും ഉറപ്പില്ലായിരുന്നു, അത് നല്ല കട്ടിയുള്ളതാണോന്ന്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആടിയിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ. ഇതെല്ലാം കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ എന്തായിരുന്നാലും ഇനി നമ്മൾ നേരെ പോകുന്ന ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം പോകുന്ന വഴിക്ക് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രുചി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, പ്യുവർ വെജിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സദ്യ കഴിക്കുമെന്ന്. കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി സദ്യ, അതിനോടൊപ്പം തന്നെ ബോളിയും 2 പായസവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തനിക്കുട്ടൻ കേക്ക് വാങ്ങാം, അവനായിരുന്നു ഉത്സാഹം. അമ്മയുടെ ബർത്ത്ഡേ കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അംബ്രോസിയയിൽ പോയിട്ട് ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ ട്രിവാൻഡ്രം അവിടെ പോയൊരു കേക്കൊക്കെ വാങ്ങി. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേനും അവന് ഒട്ടും ക്ഷമയില്ലായിരുന്നു. ഇത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നേരെ വന്നത്. ഞങ്ങൾ വീക്കെൻഡ്സ് ചേട്ടൻ്റെ വീട്ടിലാണ് വരുന്നത്. ചേട്ടൻ പത്തനംതിട്ടയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പത്തനംതിട്ടയിൽ നിന്ന് ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് ആ വീക്കെൻഡ്സ് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരും. ഇതിപ്പോൾ സാറ്റർഡേ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളും പിന്നെ ചേട്ടൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കിട്ടിയത് ഞാനല്ല, തനിക്കുട്ടനാണ് കട്ട് ചെയ്തതൊക്കെ. കേക്ക് കട്ട് ചെയ്തത് തനിക്കുട്ടനാണ്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ. ഇതൊക്കെയാണ് സന്തോഷം ബർത്ത്ഡേ ആയിട്ട്. പിന്നെ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയിട്ട് ഒരു 6 മാസമായി. ആരൊക്കെ എൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കാണുന്നുണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നാലേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് അറിയില്ല നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ട്. നമുക്ക് വ്യൂസ് മാത്രമല്ലേ കാണുള്ളൂ, ഇത്ര വ്യൂസ് എന്നൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം. ബൈ.